അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് മഹിളാ മോർച്ച കാസർഗോഡ് താലൂക്ക് ഓഫീസിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. കേരളത്തിലെ വിലക്കയറ്റം പിണറായി സർക്കാർ നിർമ്മിത ദുരന്തമാണെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത ബിജെപി ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കേരളത്തിലെ വിലക്കയറ്റം പിണറായി സർക്കാർ നിർമ്മിത ദുരന്തമാണെന്നും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ പിണറായി വിജയനെയും കൂട്ടരെയും അനുവദിക്കില്ലെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് മഹിളാ മോർച്ച കാസർഗോഡ് താലൂക്ക് ഓഫീസിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ച സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. 2016 അധികാരത്തിലെത്തുമ്പോൾ ഇനി വിലവർദ്ധനവുണ്ടാകില്ലെന്ന് അവകാശപ്പെട്ട പിണറായി വിജയന്റെ ഭരണത്തിൽ അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ വർദ്ധിച്ചു. സംസ്ഥാനത്തിന്റെ പൊതുകടം 4.80 ലക്ഷം കോടി കവിഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ അപജയമാണ് കഴിഞ്ഞ 10 വർഷ കാലയളവിലുണ്ടായത്. പ്രാണരക്ഷാർത്ഥം ആശുപത്രിയിൽ ചെന്നാൽ ആശുപത്രി കെട്ടിടം തകർന്ന് പ്രാണൻ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമാണ്. അതേസമയം കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ ഒട്ടേറെ ജനപ്രിയ പദ്ധതികൾ നടപ്പിലാക്കിയെന്നും സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്തിയെന്നും ML അശ്വിനി ചൂണ്ടിക്കാട്ടി. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് പ്രവർത്തിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജൻധൻ അക്കൗണ്ട് ആവട്ടെ, അതേപോലെ സുകന്യ സമൃദ്ധി യോജന ആവട്ടെ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആവട്ടെ, സ്വച്ഛ് ഭാരത് അഭിയാൻ ആവട്ടെ, ഇങ്ങനെയുള്ള എല്ലാ സ്കീംസുകളും കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം പാവപ്പെട്ട ജനങ്ങൾ ഒരു ടേണിംഗ് പോയിന്റ് വന്നിട്ടുള്ളതാണ്. ഡിജിറ്റൽ ഇന്ത്യയുമായിട്ട് മാറി ഇന്ന് ചില സ്ട്രീറ്റ് വെൻഡേഴ്സ് പോലും ഇവിടെ UPI യൂസ് ആക്കുന്നുണ്ട്. ബിജെപി ജില്ലാ സെക്രട്ടറി പുഷ്പ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, സവിത ടീച്ചർ, വീണ അരുൺ ഷെട്ടി, സൗമ്യ, രമണി തുടങ്ങിയവർ സംസാരിച്ചു. ബിജെപി നേതാക്കളും പ്രവർത്തകരും ജനപ്രതിനിധികളും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.